എല്ലാ നല്ലവരായ ഓഹരി വിപണി പ്രേമികൾക്കും സ്വാഗതം. അപ്പോൾ പുതിയ ട്രേഡേഴ്സിനോട് വെറും 2 വാക്ക് മാത്രം സംസാരിച്ചിട്ട് ഈ വീഡിയോ നിർത്താവുന്നതാണ്. പഴയ ആൾക്കാർക്കിടയിൽ, അതായത് മാർക്കറ്റിൽ കിടന്ന് കളിച്ച തഴക്കവും വഴക്കവും തന്നവർക്കിടയിൽ ഇതത്ര കേൾക്കേണ്ട കാര്യമില്ല. അപ്പോൾ പുതിയതായിട്ട് കുറേ ഡിമാറ്റ് അക്കൗണ്ടുകൾ ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഈ അടുത്ത കാലത്ത്. ഈ 2 മാസത്തിനുള്ളിൽ കോടിക്കണക്കിന് ഡിമാറ്റ് അക്കൗണ്ടുകൾ ഇന്ത്യയിൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിഹിതവും നമ്മളെ കേരളത്തിൽ നിന്നും ഉണ്ടാവും. യുവാക്കൾ മുഖേന എല്ലാവരും മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഭൂരിപക്ഷം പേരും ചെയ്യുന്നത് ഓപ്ഷനാണ്. എങ്കിൽ പോലും എനിക്ക് ഒരു ചെറിയ എൻ്റെ ഒരു ഉപദേശം എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഉപദേശിച്ചിട്ട് ആരെയും നമുക്ക് ഉപദേശിച്ചിട്ട് മാറ്റിയെടുക്കാനേ പറ്റില്ല. എന്നാലും ഒരു 2 വാക്ക് മാർക്കറ്റിനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞിട്ട് വേഗം നിർത്താം. അതായത് വില താഴുന്ന ഓഹരികൾ, അതായത് ഇപ്പം നമുക്ക് അറിയാം മിഡ് ക്യാപ്പിലും ഏകദേശം ലാർജ് ക്യാപ്പുകളൊക്കെ ഏകദേശം പോസ് ചെയ്ത് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അതായത് എന്തെങ്കിലും ഒരു ന്യൂസിന് വേണ്ടി, നെഗറ്റീവ് ന്യൂസിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് താഴാനായിട്ടത്. അത് മിക്കവാറും അത് ഇത്രയും കയറിയതുകൊണ്ട് താഴാത്ത കാരണം എന്ന് വെച്ചാൽ ഇലക്ഷൻ്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ റിസൾട്ട് കഴിഞ്ഞിട്ട് ബഡ്ജറ്റൊക്കെ കഴിയുമ്പോൾ ഇനി നല്ലൊരു അപ്സൈഡ് മൂവ്മെൻറ്റ്, ഒരു കുതിപ്പ് മാർക്കറ്റിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അപ്പോൾ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഒക്കെ ആണെങ്കിൽ നന്നായിട്ട് താഴ്ന്നു കൂടിയതിൽ നിന്ന്. അപ്പോൾ വില താഴ്ന്ന ഓഹരികൾ വാങ്ങി ആവറേജ് ചെയ്യാനായിട്ട് മിക്കവാറും ശ്രമിക്കാറുണ്ട്. കാരണം ആവറേജ് ചെയ്യുന്നുള്ളത്, പക്ഷെ അങ്ങനെ ചെയ്യുന്നത് അത്ര നല്ലതല്ല. അതായത് വില താഴുന്ന ഓഹരികൾ വാങ്ങി ആവറേജ് ചെയ്യുന്നത് താഴേക്ക് വരുന്ന കത്തി പിടിക്കാൻ ശ്രമിക്കുന്നത്. അതായത് മൂർച്ചയുള്ളൊരു കത്തി നമ്മൾ കയ്യിൽ പിടിക്കുന്നത് എങ്ങനെയായിരിക്കും അതുപോലെ. അതായത് നല്ല മുറിവ് പറ്റാൻ സാധ്യത ഏറെയാണ്. അപ്പോൾ വീഴ്ചയുടെ അടിത്തട്ട്, അതായത് പുതിയ ട്രേഡേഴ്സിന് എവിടെയാണ് സപ്പോർട്ട്, കഴിഞ്ഞ 1-2 വീഡിയോയിൽ നല്ലൊരു ചാർട്ട് പാറ്റേൺ വെച്ചിട്ട് 1-2 ഷെയർസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നല്ല ഒരു ലെവൽസ്, ഓരോ സ്റ്റോക്കിൻ്റെ കുറേ നാൾ ഉള്ള ലെവൽസ്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് നോക്കാനായിട്ട് പഠിക്കുക. അപ്പോൾ വീഴ്ചയുടെ അടിത്തട്ട് നമുക്ക് എവിടെയാണെന്ന് പറയാനല്ല കഴിയില്ല ഓരോ സ്റ്റോക്ക് വീഴുമ്പോഴും. അപ്പോൾ പുതിയ ട്രേഡേഴ്സിൻ്റെ കാര്യമായിട്ട് പറയട്ടെ. പഴയ ആൾക്കാർക്കിടയിൽ കൃത്യമായിട്ട് ആ ലെവൽസൊക്കെ അറിയാനായിട്ട് കഴിയും. അപ്പോൾ 20 അല്ലെങ്കിൽ 30% മാർക്കറ്റ് ഇടിയുമ്പോൾ ഇതാണ് ചാൻസ് എന്ന് ചാടിക്കയറി വാങ്ങുന്നത് അത്ര ഒരു ബുദ്ധിയുള്ള ഏർപ്പാടല്ല മാർക്കറ്റിൽ. അതായത് അർഹതപ്പെട്ട യഥാർത്ഥ മൂല്യത്തിലേക്ക്, അല്ലെങ്കിൽ നല്ലൊരു സപ്പോർട്ട് റേറ്റിലേക്ക് ഓരോ സ്റ്റോക്കും എത്തുമെന്ന് ബോധ്യമായാൽ മാത്രമേ നമ്മൾ അത് മേടിക്കേണ്ടതുള്ളൂ. അത് മേടിക്കുമ്പോൾ മാത്രമല്ല, കൃത്യമായ സ്റ്റോപ്പ് ലോസ് പോയിന്റും മണി മാനേജ്മെൻറ്റും അവിടെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ 1-2 ദിവസം നമ്മൾ മേടിച്ചതിന് ശേഷം, അല്ലെങ്കിൽ നമ്മൾ നോക്കി വെച്ചതിന് ശേഷം 1-2 ദിവസം അത് തിരിച്ചു കയറിയത് കണ്ടിട്ട് ട്രെൻഡ് ഇവിടെ നിന്ന് മാർക്കറ്റ് തിരിഞ്ഞു തുടങ്ങി എന്ന് ഉറപ്പിക്കാനും നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഇനിയുള്ള കുറച്ച് നാളുകൾ നമ്മൾ സെബിര ചെയർമാൻ്റെ ആ വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതുകൂടാതെ മ്യൂച്വൽ ഫണ്ടുകാരൊക്കെ അത് കയ്യിൽ വെച്ച് അവർക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മേടിച്ച് ഷെയർ മുഴുവൻ അങ്ങോട്ട് വിറ്റ് കളയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അവർ മെല്ലെയാണ് അവർ വിറ്റ് അതിൽ നിന്ന് അവർ അലോക്കേഷൻ ശരിയാക്കുക, അല്ല പെട്ടെന്ന് വിൽക്കുക ഒരു പോസിബിൾ. അപ്പോൾ ഇനിയും വരും ദിവസങ്ങളിൽ മിഡ് ക്യാപ്പ് അല്ലെങ്കിൽ സ്മോൾ ക്യാപ്പ് ഓഹരികളിൽ ചാഞ്ചാട്ടം ഉണ്ടാകും. നമുക്കതിൻ്റെ മിഡ് ക്യാപ്പിൻ്റെ ചാർട്ട് എടുത്ത് നോക്കിയാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാവുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ പുതിയതായിട്ട് 1 വർഷത്തിനുള്ളിൽ വന്നവർക്ക് ഇപ്പോൾ ഏകദേശം മനസ്സിലായി ഇതാണ് മാർക്കറ്റിൻ്റെ ചാഞ്ചാട്ടം എന്നാണ്. അതായത് നല്ല രീതിയിൽ മാർക്കറ്റ് കുതിക്കുകയും അവിടെ നിന്ന് ഒരു കൺസോളിഡേഷൻ നിൽക്കുകയും വീണ്ടും താഴേക്ക് വരികയും ചെയ്യണം. അപ്പോൾ ഇതിനെയാണ് മാർക്കറ്റിൽ ഒരു ചാഞ്ചാട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പുതിയ ട്രേഡേഴ്സ് കൃത്യമായ നല്ല ഷെയർസ് എവിടെയാണ് ബ്രേക്ക് ഔട്ട് കിട്ടുന്നത് എന്ന് ആദ്യം കണ്ടെത്തുക. അല്ലെങ്കിൽ നല്ല അടിസ്ഥാനപരമായി നല്ല ഫണ്ടമെൻ്റൽ സ്ട്രോങ് ഉള്ള കമ്പനികൾ കണ്ടെത്തുക. അത് കൃത്യസമയത്ത് മാത്രം മേടിക്കുക. അതായത് ഫണ്ടമെൻ്റൽ ക്രൈറ്റീരിയ നോക്കിയിട്ട് കൃത്യമായ സമയത്ത് മാത്രം മേടിക്കുകയും കൃത്യമായ ഒരു ലെവൽസ് എത്തിയിട്ട് നല്ലൊരു ഉയർച്ച കാണുമ്പോൾ അവിടെ ലാഭമെടുക്കാനും ശ്രമിക്കുക. ഇനി അഥവാ നമ്മുടെ നിഗമനത്തിന് എതിർവശം പോയാൽ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ആ നഷ്ടം സഹിച്ചുകൊണ്ട് അത് വിറ്റുമാറണം. നമുക്കൊരു ലെവൽസ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇനിയും അത് പഠിക്കാത്തവർ കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ ഓഹരി വ്യാപാരം നടത്തുന്നതായിരിക്കും നല്ലത്.
അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാർജ് ക്യാപ്പ് ഒന്നും അധികം വീണിട്ടില്ല. അവർ അത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം മാർക്കറ്റിൽ അറിയാലോ, മോഡി എങ്ങാനും മൂന്നാമത് വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു ഉയർച്ച മാർക്കറ്റിലും ഉണ്ടാകും. അപ്പോൾ അവർക്ക് അത് ഇത്ര ഉയർന്നത് വീണ്ടും ഒരു ലാഭമെടുപ്പ്, ഒരു പ്രോഫിറ്റിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നത്. നമുക്ക് മാർക്കറ്റിന് ആ സ്ട്രക്ചർ, നിഫ്റ്റിയുടെ ആ സ്ട്രക്ചർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അത്ര ഇത്രയും കയറിയിട്ടും ഒരു താഴ്ന്നിട്ടില്ല നിഫ്റ്റി. അപ്പോൾ ഇത്രയുമാണ് പറയാനുള്ളത്. ഒന്നും കൂടി പറയാം, അടിസ്ഥാനപരമായി നല്ല ഫണ്ടമെൻ്റലുള്ള കമ്പനികളിൽ നോക്കി വയ്ക്കുക. അതൊരു ലെവൽസ് എത്തിക്കഴിഞ്ഞാൽ മേടിക്കാൻ തയ്യാറാവുക. അല്ലെങ്കിൽ ഒരു നല്ല ബ്രേക്ക് ഔട്ട് കിട്ടുന്ന ഷെയർസിൽ മേടിച്ചിട്ട് ഒരു നിശ്ചിത ശതമാനം കിട്ടുമ്പോൾ പ്രോഫിറ്റ് എടുത്ത് മാറുക. നമ്മുടെ നിഗമനത്തിനെതിരെ സ്റ്റോക്ക് പോയിട്ടുണ്ടെങ്കിൽ കൃത്യമായ മണി മാനേജ്മെൻ്റ് അനുസരിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ സപ്പോർട്ട് ബേസ് വെച്ചിട്ടോ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ആ നഷ്ടം സഹിച്ചുകൊണ്ട്, ആ ചെറിയ നഷ്ടം സഹിച്ചുകൊണ്ട് ആ ഷെയറിൽ നിന്ന് വിട്ടുമാറുക എന്നതാണ് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.